ഹായ് ഫ്രണ്ട്സ്, ഷിനൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് നൂൽ പൊറാട്ടയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനാവശ്യമായ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ 3/4 കിലോ മൈദമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 കോഴിമുട്ട, അതിലൊരു മഞ്ഞക്കരു ഞാൻ മാറ്റിയിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് നെയ്യ് ഇടുന്നുണ്ട്. ഇതെല്ലാം ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. നന്നായി ചാമ്പി നന്നായി കുഴക്കണം. മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മൈദമാവിൽ പൊടിയിൽ 15 പൊറാട്ട വെച്ചിട്ടുണ്ട്. റെസ്റ്റ് ചെയ്ത് അടുത്തതായി നമുക്ക് ഓരോന്നായി പരത്തി കനല്ലാതെ പരത്തിയെടുക്കണം. നന്നായിട്ട് കണ്ടില്ലേ, ഞാൻ പരത്തുന്നത് കണ്ടില്ലേ, ഇതുപോലെ നന്നായി പരത്തിയെടുക്കണം. കണ്ട ടൈലൊക്കെ കാണുന്ന മാതിരി ആക്കി എടുക്കണം. നന്നായി പരത്തി ഇനി നമുക്ക് നന്നായി പരത്തിയിട്ട് ഒരു തുള്ളി എണ്ണ തടവി കൊടുക്കുക. അതിന് ശേഷം കുറച്ച് മൈദമാവ് ഇട്ടിട്ട് ഒന്ന് തൂളിക്കൊടുത്ത് അതിനെ പരത്തുക. പരത്തി കഴിഞ്ഞിട്ട് ഇതാണ്ടില്ലേ, ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് ഈ കട്ടർ, പൊറോട്ട വരക്കണ കട്ടർ. അപ്പോൾ ഇതാണ്ട് അങ്ങനെ ലൈനിട്ട് കൊടുക്കുന്നു. ഇതില്ലെങ്കിൽ കത്തി കൊണ്ട് നിങ്ങൾക്ക് വരച്ച് നൈസായി വരച്ച് ലൈനിട്ട് കൊടുത്ത് ഉണ്ടാക്കാം. ഇതാകുമ്പോൾ വേഗത്തിലാവും. എനിക്ക് ഓർഡർ ഉണ്ടാകുമ്പോൾ എനിക്ക് ഒരുപാട് ഓർഡർ ഉണ്ടാകും, അതിന് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണിത്. ഇതാ കണ്ടില്ലേ, ലൈനിട്ട് കൊടുത്തത് കണ്ടില്ലേ, ലൈനിട്ട് കൊടുത്ത് ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. 2 സൈഡിൽ നിന്ന് ചുരുട്ടിയെടുത്തിട്ട് നമുക്കത് ചുരുട്ടിയെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ചുരുട്ടിയെടുത്ത് റൗണ്ടാക്കി കൊടുക്കുക. ബൗളാക്കി തള്ളിക്കൊടുത്ത് റൗണ്ടാക്കി എടുത്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ ഞാൻ എല്ലാ പൊറോട്ടയും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇനി കത്തിയും കൊണ്ട് വരച്ചുണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, കത്തി കൊണ്ട് ഇങ്ങനെ വരച്ചാൽ മതി. നൈസായി വരച്ച് ഓരോ ലൈനിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഉണ്ടാക്കുക. നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാകും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. കട്ടർ വേണമെന്നൊന്നുമില്ല, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ലൈനായിട്ട് കുറച്ച് നേരം പിടിക്കുന്നതന്നെ ഉള്ളൂ. ഇങ്ങനെ ചെറുതായി ലൈനിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതേപോലെ 2 സൈഡിൽ നിന്നും അങ്ങോട്ട് എടുത്തിട്ട് ചുരുട്ടിയെടുത്ത് പൊറോട്ട തയ്യാറാക്കാം. അങ്ങനെ റൗണ്ടാക്കി വെച്ചതാണ്. അതുപോലെ ഞാൻ എല്ലാം ഇത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇനി നമുക്കെടുത്തിട്ട് ചൂടാം. അങ്ങനെ ആദ്യം എടുത്ത് ഇങ്ങനെ പരത്തി കൊടുക്കുക. ലേശം അങ്ങനെ നന്നായി പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് പത്തിരി പരത്തുന്ന കുഴൽ കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും നമ്മുടെ കൈ കൊണ്ടാണെങ്കിലും മതി. അങ്ങനെ ഒന്ന് പരത്തി കൊടുത്തിട്ട്
നമുക്ക് ചുട്ടെടുക്കാം. കണ്ടില്ലേ, ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. എത്ര ലെയർ കാണുന്നത് കണ്ടില്ലേ. ഇനിയിപ്പോൾ ചുടാൻ നമുക്ക് ചട്ടി വെച്ച് ചുടാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണിച്ചു തരാം. അതിന് മുകളിൽ ഫസ്റ്റ് ഇട്ടപാട് കുറച്ച് എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് പിന്നെ അപ്പുറത്ത് 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. എല്ലാ സൈഡും നന്നായി വെന്ത് കിട്ടണം. ആ സൈഡും കുറച്ച് എണ്ണ തടവി കൊടുക്കണം. പൊറോട്ട തയ്യാറായിട്ടുണ്ട്. നല്ല അടിപൊളി പൊറോട്ടയാണ്, നൂൽ പൊറോട്ട. അങ്ങനെ ഞാൻ രണ്ടാമത് നേരത്തെ വരട്ട് വെച്ച പൊറോട്ടയാണിത്. ആ പൊറോട്ടയാണ് ഇതാ കണ്ടില്ലേ, അത് പരത്തിയിട്ടുണ്ട്. അതും ചുട്ട് കാണിച്ചു തരാം. ഇതാ അപ്പത്തിനും ഇതാ തട്ടി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതാ കണ്ട ലെയർ വന്നിരിക്കുന്നത്. എന്തുമാത്രം ലൈനാണ് നോക്കൂ. അത് നൂൽ പൊറോട്ട പറഞ്ഞതാണ്. നൂലായി വന്നിട്ടുണ്ട്. നമുക്ക് വീട്ടിലും ഇതുമാതിരി തയ്യാറാക്കാം. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, ഹോട്ടലിൽ നിന്നും. നമുക്ക് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുന്ന പൊറോട്ടയാണ്. നന്നായി ഒന്ന് തട്ടി കൊടുത്താൽ അത് വേവിച്ചതിന് ശേഷം നന്നായി അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്താൽ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് വരും വരെ ബൈ ബൈ.